മുറിവുണങ്ങാത്ത പഹൽഗാമിന് 15ാം നാൾ തിരിച്ചടിച്ച് ഇന്ത്യ. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഭീകരാക്രമണത്തിൽ രാജ്യം പകച്ചു നിന്നതാണ്. പഹൽഗാമിലെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഓരോ ഇന്ത്യക്കാരനെയും വേദനിപ്പിക്കാതെ കടന്നുപോയിട്ടില്ല. മറുപടിക്കായി ഇന്ത്യ ഒരുങ്ങുന്നുവെന്നുറപ്പെങ്കിലും അതെങ്ങനെയെന്ന ചോദ്യങ്ങളായിരുന്നു ബാക്കി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനികാക്രമണത്തിൽ പാക് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കുമ്പോൾ സമയം പുലർച്ചെ 1 മണി. പഹൽഗാമിലെ താഴ്വരയിൽ കൺമുന്നിൽ രക്തം പൊടിഞ്ഞ് ജീവൻ വെടിയേണ്ടി വന്നവരുടെ ഭാര്യമാരുടെ കണ്ണീരിന് ഇന്ത്യയുടെ മറുപടിയാണ്. 25 മിനിറ്റ് നീണ്ടുനിന്ന ഓപ്പറേഷനിൽ പാക് അധീന കശ്മീരിലെ അടക്കം 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. നീതി നടപ്പാക്കിയെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും സമൂഹ മാധ്യമത്തിൽ സൈന്യം പ്രതികരിച്ചു. തിരിച്ചടി വിവരം ഇന്ത്യൻ സൈന്യം പങ്കുവച്ച പോസ്റ്റിലും ചിതറിത്തെറിച്ച സിന്ദൂരത്തിന്റെ ചിത്രമാണുള്ളത്. ബഹവൽപൂർ, മുസാഫറാബാദ്, കോട്ട്ലി, മൂരിഡ്കെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത്. ഹാഫിസ് സയ്യിദ് നയിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ-ഇ-ത്വയ്ബയുടെ ആസ്ഥാനമാണ് മൂരിഡ്കെ. പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂർ മസൂദ് അഹ്സറിന്റെ ജയ്ഷെ മുഹമ്മദിന്റെയും താവളമാണ്. 5 ഇടത്ത് മിസൈൽ ആക്രമണം ഉണ്ടായെന്നും 3 പേർ കൊല്ലപ്പെട്ടെന്നും 12 പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യ സൈനികാക്രമണങ്ങൾ നടത്തിയതായി സ്ഥിരീകരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് തിരിച്ചടിക്കുമെന്നാണ് പ്രതികരിച്ചത്. 6 സ്ഥലങ്ങളിലായി 24 ആക്രമണങ്ങൾ നടന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കുന്നു എന്നാണ് ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം എക്സ് പോസ്റ്റിൽ വിശേഷിപ്പിച്ചത്. പാക് സൈനിക കേന്ദ്രങ്ങളെയല്ല, ഭീകര കേന്ദ്രങ്ങളെയാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നും കൃത്യമായ സംയമനം പാലിച്ചുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായതെന്നും സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞു. പഹൽഗാമിൽ കൊല ചെയ്യപ്പെട്ടത് സാധാരണക്കാരാണ്. അതിനാൽ തിരിച്ചടി അതുണ്ടായേ മതിയാകൂ. സിവിലിയൻസിന് പോറൽ പോലും ഏൽക്കാതെ ഭീകര കേന്ദ്രങ്ങളിലെ ഓപ്പറേഷൻ സിന്ദൂർ തക്കതായ മറുപടിയാണ്. രാജ്യാതിർത്തികൾക്കപ്പുറം മാനുഷിക മൂല്യങ്ങൾക്ക് മുകളിൽ ഇനിയൊരു പഹൽഗാമും ആവർത്തിക്കരുത്. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.